ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് ഉദ്യോഗമുള്ള ഒരാളും ഉണ്ട് അവിടെ. അപ്പൊ ഈ ഈ കൊച്ചിനെയും കൊണ്ട് കിടന്നിട്ട് കളിക്കുന്നൊക്കെ അതൊക്കെ എന്ത് കോപ്രായ താരങ്ങളായി കാണിക്കുന്നത്. അപ്പൊ ഒരു അച്ഛനാണുള്ളത്. ഒരു അച്ഛന് പൈസ കിട്ടിയാൽ മതി. അച്ഛൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അച്ഛന് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛനെ അങ്ങ് മാറ്റി നിർത്തുവാണ്. അച്ഛൻ നിങ്ങളുടെ മകൻ ഇത് കണ്ടാണ് വളരുന്നത്. അവന് 12 വയസ്സാകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കാട്ടാൻ കാണിക്കുമോ? ഇത് കാരണം പുച്ഛമാണ് തോന്നുന്നത്, പരിഹാസമാണ് തോന്നുന്നത്, കളിയാക്കാനാണ് തോന്നുന്നത്, തരം താഴ്ചയാണ് തോന്നുന്നത്. സ്ത്രീ ഈ ശരീരം കാണിച്ചുകൊണ്ടിങ്ങനെ വളരെ മോശമായ രീതി, തരം താണ രീതിയിലുള്ള വീഡിയോ എടുത്ത് എന്തിനാണ് ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടി? ഞാൻ ചോദിക്കുന്ന ആ ഭർത്താവിനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാനുള്ള ആ മനസ്സുണ്ടല്ലോ. എന്തിനാണ് ഈ പേക്കൂത്തുകൾ കാണിക്കുന്നത്? വിവരമറിയും അറിയണം. അതാണ് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ. ആ ഒരിക്കലും ഉച്ചരിക്കത്തില്ല. ആന്റിയോ ആന്റി വഴിയാ നടക്കുന്ന ഇറക്കം കൂടിയ കഴുത്തുള്ള ഡ്രസ്സുകള്, ഇറക്കം തീർത്ത് കുറഞ്ഞ കുഞ്ഞുടുപ്പുകള്. ചോദിക്കാൻ കാര്യവും ഇല്ല. ചോദിച്ചവരെ ഒന്നും നന്നാക്കാൻ നമ്മൾ കേട്ടോ ആരും അല്ലതാനും. അമ്മയെന്ന് വിളിക്കില്ല. ആ ഒരു ഡയലോഗാണ് എല്ലാവരെയും. ഉള്ള പെൺകുട്ടികളെ കൊണ്ട് നിങ്ങൾ വഴിപഴക്കുന്ന സംസാരം നിങ്ങൾ സംസാരിക്കരുത്. എനിക്ക് എന്റെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിളിക്കണ്ട. നിങ്ങൾക്ക് അതിന് വിളിക്കാൻ പറ്റത്തുമില്ല. എന്തെങ്കിലും നിങ്ങൾ അങ്ങനെയല്ലേ ജീവിച്ചു വളരുന്നത്. നിങ്ങൾ ആൻറ്റി എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞേക്കല്ലേ. ഇതൊന്നും മനുഷ്യന്റെ മുമ്പിൽ വന്ന് പറയരുത്. നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചാല് സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി മുൻപിലാണ്. ഭർത്താവിന്റെ അമ്മയുടെ കേസ് പറയല്ലോ. നിങ്ങളൊരു അമ്മയാണ്. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ ആ അമ്മ നിങ്ങൾ ഒരുപാട് 16 വയസ്സായിട്ട് നിൽക്കുകയല്ല. നിങ്ങൾ അത്ര കുഞ്ഞു കളിക്കാനായിട്ട്. നിങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പടിക്കൂടെ മുമ്പിലായിരിക്കും അവരുടെ കഷ്ടപ്പാട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അത് നയിപ്പിക്കരുത്. ആ അമ്മയ്ക്ക് ഇപ്പൊ എന്തുമാത്രം മനസ്സ് വേദനിച്ച് കാണും. അമ്മയ്ക്ക് സിനിമാ നടനും സീരിയൽ താരവുമായ കൃഷ്ണകുമാറിന്റെ കുടുംബാംഗങ്ങളെയും നമുക്കെല്ലാവർക്കും പരിചിതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഈ കൃഷ്ണകുമാറിന് പെൺമക്കളാണുള്ളത്. ഈ പെൺമക്കള് ഒരുപാട് ഫാഷനിൽ കൂടി നടക്കുന്ന ആൾക്കാരാണ്. വളരെ ഫാഷനും വളരെ ന്യൂ ജനറേഷനിലുള്ള കുട്ടികള് വളരെയധികം ഫാഷൻ ഡ്രസ്സുകൾ ധരിക്കുക, ഫാഷനിലൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു ആൾക്കാർ തന്നെയാണ്. ന്യൂ ജനറേഷനിലുള്ള ആൾക്കാര് പണ്ടത്തെ ആ കാലത്തിനേക്കാൾ ഒരുപാട് ഡിഫറൻസ് ആയിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ വളരെ മോശമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുക, ഇത് വളരെ നല്ല രീതിയിലാണെന്നുള്ള ഒരു മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇതൊക്കെ വളരെ തരംതാണ ഒരു പരിപാടി തന്നെയാണ്. അത് നമുക്ക് ഏത് ജനറേഷനുള്ള ആൾക്കാർ, ഓൾഡ് ജനറേഷൻ ആണെങ്കിലും ന്യൂ ജനറേഷൻ ആണെങ്കിലും മാന്യമായ വേഷം, മാന്യമായ സംസാരം ഒന്നും അല്ല. നമുക്ക് ഈ വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണെന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്ത് ജീവിക്കാം. അങ്ങനെയൊക്കെ കുറെ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പൊ സ്ത്രീകൾക്ക് പണ്ടത്തെ കാലത്തെക്കാളും ഒരുപാട് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം, കുടുംബത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ഒരു കുടുംബം നല്ല രീതിയിൽ ഏത് രീതിയിൽ പോകണമെന്ന് സ്ത്രീകൾക്ക് പറയുവാനും, അതുപോലെ തന്നെ ആ കുടുംബം ഏറ്റെടുത്ത് നടത്തുവാനും ഒക്കെയുള്ള ഒരു കഴിവും, ധൈര്യവും, ആത്മവിശ്വാസവും ഒക്കെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. പക്ഷെങ്കിൽ എന്റെ ഒരു അഭിപ്രായം, എന്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം തുറന്നു പറയുകയാണെങ്കിൽ, എന്തിനാണ് ഈ പേക്കൂത്തുകൾ കാണിക്കുന്നത്? മാന്യമായ ഡ്രസ്സ്, സ്ത്രീകൾക്ക് മാന്യമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കുക, മാന്യമായ ഒരു ജോലി ചെയ്ത് ജീവിക്കുക, ഇതൊക്കെയല്ലേ ഒരു കുടുംബത്തിന്റെ മാന്യത നിലനിർത്തുന്നത്. അല്ലാതെ നമുക്ക് കുറച്ച് കൂടുതൽ പണം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭയങ്കര ഫാഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും കൂടിയാണ് നാണക്കേട്. കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും കൂടിയാണ് നാണക്കേട്. കാരണം ഇത് പറയുവാൻ കാരണമുണ്ട്. അതുകൊണ്ടാണ് ഈ കൃഷ്ണകുമാറിന്റെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ മോഡലായിട്ട് നടക്കുന്ന പെൺകുട്ടികളാണ്. എല്ലാവരും ഫാഷനായിട്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട്, കൈയില്ലാത്ത ഡ്രസ്സുകൾ, നൈസായിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഇറക്കം കൂടിയ കഴുത്തുള്ള ഡ്രസ്സുകൾ, ഇറക്കം തീർത്ത് കുറഞ്ഞ കുഞ്ഞുടുപ്പുകൾ. ഇതൊക്കെ മോഡലിന്റെ ഒരു കാര്യം. മോഡലാണെന്നും പറഞ്ഞുകൊണ്ടാണ് മോഡലിന്റെ പിന്നിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഓരോ പെൺകുട്ടികളും തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഒരു കുടുംബത്തിൽ ജനിച്ചു വളരുമ്പോൾ നമുക്ക് കുറച്ച് നാഥന്മാരുണ്ട് നമ്മളെ നിയന്ത്രിക്കുവാനായിട്ട്. അതായത് ഒരു പെൺകുട്ടി ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നേരെയാക്കാൻ ആ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിക്ക് ഈ താഴെയുള്ള ആൾക്കാരെ, മക്കളെ അല്ലെങ്കിൽ മരുമക്കളെ അല്ലെങ്കിൽ അനിയത്തിമാരെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ, അല്ലെങ്കിൽ വേണ്ട അയൽപക്കത്തുള്ള കുട്ടികളെ എല്ലാവരെയും നമുക്ക് ഉപദേശം കൊണ്ട് നന്നാക്കാൻ പറ്റും, അല്ലെ? ഒരു കാര്യം ഒരു പെൺകുട്ടി ചെയ്താൽ ഒറ്റ തവണയേ അത് ചെയ്യത്തുള്ളൂ. ഏതൊരു വീട്ടിലായിക്കോട്ടെ, എന്തുകൊണ്ട് സഹോദരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ,
എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിർത്തുന്നില്ല എന്നുള്ളതാണ്. സ്വിമ്മിംഗ് പൂളിൽ കിടന്നുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ഒരു എന്താണ് ദിയ അല്ലേ, ഏത് പെൺകുട്ടിയുടെ പേരെനിക്കറിയില്ല, കൃഷ്ണകുമാറിന്റെ മകള് സ്വിമ്മിംഗ് പൂളിൽ ആ കൊച്ചിനെയും കൊണ്ട് കിടന്നിട്ട് കളിക്കുന്നൊക്കെ, അതൊക്കെ എന്ത് കോപ്രായ താരങ്ങളായി കാണിക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ എന്താണ്, പൈസയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെയുള്ള മൂല്യമില്ലാത്ത, നമുക്കൊരു മൂല്യച്യുതി ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശക്തി സ്ത്രീകൾ തിരിച്ചറിയണം. അതായത് സ്ത്രീകളുടെ മഹത്വം സ്ത്രീകൾ തിരിച്ചറിയണം, സ്ത്രീകളുടെ മൂല്യം തിരിച്ചറിയണം. അവരെ റെസ്പെക്ട് ചെയ്യുക, സ്വയം റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുക, സ്ത്രീകളെ പ്രത്യേകിച്ചും ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മൾ തന്നെയാണ് നമ്മളുടെ വില കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിനം പ്രതി നമ്മൾ ഓരോ കേസും സമൂഹത്തിൽ നിന്ന് എടുത്താൽ അവിടെയൊക്കെ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ വില ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സ്ത്രീകൾക്ക് തന്നെ അത്ര ബോധമില്ലേ? സ്ത്രീകളുടെ ഒരു മാന്യത നിലനിർത്തൂ. നിങ്ങൾ ഡ്രസ്സ് കൊണ്ടായാലും ഒരു ജോലി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കൂ. അല്ലാതെ ആവശ്യമില്ല സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? ചെറിയ ആൺകുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശരീരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ രീതി, തരംതാണ രീതിയിലുള്ള വീഡിയോ എടുത്ത് എന്തിനാണ് ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടി? കുടുംബത്തിന് വേണ്ടിയാണോ? ഈ കുടുംബത്തിലുള്ള ഈ അമ്മയും അച്ഛനും ഒക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ഈ പെൺകുട്ടികളെ നേരെയാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണോ? അതുപോലെ കൃഷ്ണകുമാറിന്റെ വീട്ടില് ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലൊക്കെ ഉള്ള ജീവിതവും സംസാരവും ഒക്കെയാണ് ആ കൃഷ്ണകുമാറിന്റെ വീട്ടില്. അതായത് ലോകത്തിലെങ്ങും കേട്ടിട്ടില്ലാത്ത കൂട്ട്. അതായത് ഈ കൃഷ്ണകുമാറിന്റെ അച്ഛൻ അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ വൈഫിന്റെ അച്ഛൻ ആരെങ്കിലും അവരുടെ അച്ഛൻ മരിച്ചു പോയാൽ അവർക്കാർക്കും ഒട്ടും വിഷമമില്ലാത്ത പോട്ടെ, നമുക്കാർക്കും അതിനെയൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. മറ്റൊരാളുടെ കുടുംബ ജീവിതത്തില് അല്ലെങ്കിൽ മറ്റൊരാളുടെ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാൻ കാര്യവും ഇല്ല. ചോദിച്ചവരെ ഒന്നും നന്നാക്കാൻ നമ്മൾ കേട്ടോ ആരും അല്ലതാനും. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൃഷ്ണകുമാറിന്റെ മകള് വന്നൊരു ഡയലോഗ് അടിച്ചല്ലോ, സമൂഹത്തിലെ എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നൊരു ഡയലോഗ് അടിച്ചല്ലോ, ഞാൻ ആ വഴിയെ പോകുന്നവരെ അമ്മയെന്ന് വിളിക്കില്ല. ആ ഒരു ഡയലോഗാണ് എല്ലാവരെയും ഒരു അത്ഭുതകരമായിട്ട് തോന്നുന്നത്. നിങ്ങളൊരു സ്ത്രീയല്ലേ? നീ ഇപ്പൊ പറഞ്ഞ ആ സ്ത്രീയുടെ പേരെന്താണ്? ദിയോ അങ്ങനെ കണ്ട? അതായത് എന്തെങ്കിലും ആയിരിക്കട്ടെ, ആ സ്ത്രീയോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീയല്ലേ നിങ്ങളെ സ്വന്തം ഭർത്താവിന്റെ അമ്മയുടെ കാര്യമാണ് നിങ്ങളത് പറയുന്നത്. ഇപ്പൊ ആ അമ്മയും പ്രതികരിച്ചിട്ടുണ്ട്, അത് ഞാൻ വായിച്ചു. അമ്മയും പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അമ്മ എന്നുള്ള രണ്ട് അക്ഷരത്തിന്റെ മഹത്വം അറിയാമെങ്കിൽ, അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആ വാക്കൊരിക്കലും ഉച്ചരിക്കത്തില്ല. ആന്റിയോ ആന്റി വഴിയാന്നൊക്കെ വഴിയെ പോകുന്ന ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെയാണ് സാധാരണ ആന്റി എന്ന് പറയുന്നത്. ഭർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അവര് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് ഈ നിങ്ങൾ ഇപ്പോൾ ഭർത്താവ് എന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, കൂടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഭർത്താവിനെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് ഉദ്യോഗമുള്ള ഒരാളും ഉണ്ട് അവിടെ. അപ്പൊ ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആകാശത്ത് നിന്ന് പൊട്ടി വന്നല്ല, ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചതല്ല. അവർക്കൊരു അച്ഛനുണ്ട്, അവർക്കൊരു അമ്മയുണ്ട്, അവർക്ക് സഹോദരനുണ്ട്. അവർക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അവർക്കാണ് സ്ത്രീകൾ വാല്യൂ കൊടുക്കേണ്ടത്. നിങ്ങളുടെ അച്ഛനേക്കാളും നിങ്ങളുടെ അമ്മയെക്കാളും സ്നേഹിക്കേണ്ടത് ആ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയാണ്. അങ്ങനെയൊന്ന് സ്നേഹിച്ചു നോക്കി, അങ്ങനെ ഒരു വാക്ക് സംസാരിച്ചു നോക്കി, മറിയും. അതായത് ഓരോ വ്യക്തിക്കും അതിൻ്റെതായ ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം സംസാരിക്കാൻ. നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലേ? നിങ്ങൾക്ക് ഇന്നും ആരും പറഞ്ഞു തരാറില്ലേ? നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ ഓരോ പാരമ്പര്യമായിട്ട് വളർന്നു വരുന്നൊന്നും കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചത്? നിങ്ങളെ ആരാണ് ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മാത്രം പറയുക, അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളെ കൊണ്ട് നിങ്ങൾ വഴിപഴക്കുന്ന സംസാരം നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുവല്ലേ? ഈ അമ്മയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് കേട്ടുകൊണ്ടിരിക്കുവല്ലേ? അദ്ദേഹത്തിന് അത്രേ അറിവുള്ളൂ. അതുകൊണ്ടാ, അല്ലെങ്കിൽ ഒറ്റ തവണ അവര് പറയത്തില്ല. തന്റെ ഭർത്താവിന്റെ അച്ഛനെ അമ്മയെ ഞാൻ അമ്മയെന്ന് വിളിക്കില്ല എന്നൊന്നും ഒരു സ്ത്രീയും പറയില്ല. ഭർത്താവിന്റെ കേൾക്കാൻ പറഞ്ഞാൽ വിവരം അറിയും അല്ലേ? വിവരം അറിയണം. അതാണ് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ. ഈ ഭാര്യയില്ലേ, ദിയ എന്ന് പറയുന്ന ഭാര്യയാണ് പദവി അലങ്കരിക്കുന്ന ഈ ദിയയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള്, അവർക്കൊരു അച്ഛനുണ്ട്, അവർക്കൊരു അമ്മയുണ്ട്, അവർക്കൊരു സഹോദരങ്ങളുണ്ട്, അനിയന്മാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്. അങ്ങനെ പല ആൾക്കാരും അവരുടെ കുടുംബത്തിലുണ്ട്. അവരെ എല്ലാവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. എല്ലാവർക്കും പൈസ കൊടുത്ത് സഹായിക്കണം എന്ന് പറയുന്നില്ല. അത് അവനവന്റെ ഇഷ്ടം, അവനവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യം. ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട, ആരെ തള്ളി പുറത്താക്കണം, ആരെ അനാഥാമന്ദിരത്തിൽ കൊണ്ടുവരണം, ആരെ കൊന്നുകളയണം, ഇതൊക്കെ അവനവന്റെ ഒരു ഇഷ്ടമാണ്. പക്ഷെങ്കിൽ സമൂഹത്തിൽ വന്ന് പറയുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കണം. അതായത് എല്ലാവർക്കും ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും ഉണ്ട്, എല്ലാവരും റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും മോട്ടിവേഷന്റെ ആവശ്യം മറ്റുള്ളവർക്കില്ല. സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസവും വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസവും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസവും ഒക്കെ കൂടിയാകുമ്പോൾ ഒരു വ്യക്തിയുടെ മൂല്യം നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ എന്താണ് പറയുന്നത്, അവർക്കൊരു വാല്യൂ ഉണ്ട്. ഒരു സ്ത്രീക്ക്
വാല്യൂ ഉണ്ട്. ഒരു അമ്മ എന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾ അമ്മയെന്ന് വിളിച്ചില്ല വിളിക്കണ്ട. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അവരെ അമ്മ എന്ന് വിളിക്കും. ഒരാളെ കാണുമ്പോൾ അവർ നമ്മളെ പ്രസവിച്ച് വളർത്തണമെന്നില്ല. ഒരു സ്വല്പം പ്രായമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് അവരെ റെസ്പെക്റ്റോട് കൂടി കാണുന്നത്? അമ്മയെന്ന് തന്നെ വിളിക്കും അല്ലേ? അവർ നമ്മുടെ അമ്മയാകണമെന്നില്ല. നമ്മുടെ അമ്മയുടെ ഏകദേശം ഒരു ഏജുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരൊരു റെസ്പെക്റ്റ് ആണ് അല്ലേ? അതെ, അവർ ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ച് മറ്റു മക്കൾക്ക് വേണ്ടി ജീവിച്ചു, മരുമക്കൾക്ക് വേണ്ടി ജീവിച്ച്, സഹോദരങ്ങൾക്ക് വേണ്ടി അച്ഛനെ അമ്മയൊക്കെ സ്നേഹിച്ച് നമ്മളെല്ലാം അതെല്ലാം കണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര പറഞ്ഞാലും അതിനൊന്നും ഒരു നമുക്ക് പറഞ്ഞാൽ തീരില്ലാത്തത്രയും സംസാരിക്കാനുണ്ട് നമുക്കവർക്ക്. അപ്പൊ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഈ കാലത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇനി എന്നാ ഇതൊക്കെ പഠിക്കുന്നത്? നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് അമ്മയെ എന്ന് വിളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട, അച്ഛ എന്ന് വിളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിളിക്കണ്ട. പക്ഷെ ഇതുപോലെയുള്ള തരം താണ വാക്കുകൾ സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ഓരോ പെൺകുട്ടികളും അല്ലെങ്കിൽ ഓരോ കുട്ടികളും ഇത് കണ്ടാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. എനിക്ക് എന്റെ അച്ഛനെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിളിക്കണ്ട, നിങ്ങൾക്ക് അതിന് വിളിക്കാൻ പറ്റത്തുമില്ല. എന്തെങ്കിലും നിങ്ങൾ അങ്ങനെയല്ലേ ജീവിച്ച് വളരുന്നത്? നിങ്ങൾക്ക് എന്താണെന്ന് അറിയാവോ? സഹോദരങ്ങളുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് സഹോദരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഈ വാക്കൊന്നും നിങ്ങൾ പ്രയോഗിക്കത്തില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സിലൊന്നും ഇറങ്ങി നടക്കത്തില്ല. നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇതുപോലത്തെ ഡ്രസ് ഇട്ടുണ്ടെന്നും നീന്തി തുടിക്കത്തില്ല നിങ്ങൾ. അപ്പൊ ഒരു അച്ഛനാണുള്ളത്. ഒരു അച്ഛന് പൈസ കിട്ടിയാൽ മതി. അച്ഛൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അച്ഛന് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛനെ അങ്ങ് മാറ്റി നിർത്തോളി. അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ സിന്ധു അല്ലേ അമ്മ. അപ്പൊ അവർക്കൊക്കെ ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ അറിവുള്ളൂ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ഇത്രയും ഇങ്ങനെ ഒക്കെ കേട്ടോണ്ട് കണ്ടോണ്ടും നോക്കിയിരിക്കുവോ? നമ്മുടെ കുടുംബത്തിലില്ല. നല്ല ഷേപ്പ് മാറും കുടുംബത്തിൽ നിന്നോണ്ട് ഇത് കൂട്ട് സംസാരമൊക്കെ സംസാരിച്ചാൽ. അപ്പോ നിങ്ങൾ വാല്യൂ ആയിട്ടുള്ള സംസാരം സമൂഹത്തെ വന്ന് പറയൂ. മോട്ടിവേഷനായിട്ട് ഒരു പെൺകുട്ടിക്കെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കൂ. കുടുംബം നശിപ്പിക്കുന്ന കാര്യം ഭർത്താവിന്റെ അമ്മയെന്ന് വിളിക്കത്തില്ല, ഞാൻ ആഞ്ചി എന്നാണ് വിളിക്കുന്നതെന്നും പറഞ്ഞേക്കല്ലേ. ഇതൊന്നും മനുഷ്യന്റെ മുമ്പിൽ വന്ന് പറയരുത്. നിങ്ങൾക്ക് അകത്ത് സംസാരിക്കാം. നിങ്ങൾ ഇത്ര ആൾക്കാരെ ആ കുടുംബത്തിനുള്ളൂ, അവർക്ക് സംസാരിക്കാം. അവർക്ക് ചേരുന്ന വാക്കുകളുമാണത്. അവർക്ക് മറ്റുള്ള ആൾക്കാരുടെ കേൾക്കല് നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിക്കണം. അതായത് ഓരോ വ്യക്തിക്കും, അതായത് ഭർത്താവിന്റെ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ നല്ല ദൈവതുല്യമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്റെ അച്ഛനെയും അമ്മയെക്കാളും എനിക്കിഷ്ടമാണ് എന്റെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയും. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചാൽ സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെ അതിനേക്കാളും ഒരുപടി മുൻപിലാണ് നമ്മൾ പെരുമാറുന്നതും അവരോട് ഇടപെടുന്നതും അവരെ സ്നേഹിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും ഒക്കെ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമുക്ക് അത് വിലമതിക്കാൻ പറ്റാത്തതാണ്. അവിടെ പൈസയ്ക്കൊന്നും അത്ര പ്രസക്തമില്ല. ആൾക്കാരുടെ ബന്ധങ്ങളാണ് എപ്പോഴും വലുത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയില്ല ഇതൊന്നും ആരും പറഞ്ഞത്? കൃഷ്ണകുമാർ പറഞ്ഞു തന്നിട്ടില്ലേ? സിന്ധു പറഞ്ഞു തന്നിട്ടില്ലേ? അവർക്കും അറിയില്ലായിരിക്കും. അവർക്കും ഇത്രയ്ക്ക് അറിവുള്ളായിരിക്കും. അവർക്ക് പണം മാത്രം മതി. ഈ പണം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് കളിച്ചാലേ നിങ്ങൾക്ക് കൊണ്ടൊരു മകൻ, ഇപ്പൊ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടല്ലോ, ഒരു കുഞ്ഞിനെയും വെച്ചോണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുട്ടുപിടിക്കുന്ന കണ്ട. കുഞ്ഞിനെയും വെച്ചുകൊണ്ട് തന്നെയാണ് സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കുന്ന കണ്ടത്. പക്ഷെ ഇത് ഇത്രയും തരംതാണെന്നും പൈസ ഉണ്ടാക്കരുത് മനുഷ്യൻ. ഇത്രയും തരംതാണെന്നോ. നമ്മുടെ കേരളത്തിലെ സ്ത്രീകളൊക്കെ നല്ല മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചും, നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള പെൺകുട്ടികളല്ലേ, നിങ്ങളെക്കാളും നല്ല ചെറുപ്പക്കാരി പെൺകുട്ടികളല്ലേ, മാന്യമായി ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്ത് മാന്യമായി വിദ്യാഭ്യാസം ചെയ്ത് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള വാക്കുകൾ പ്രയോഗിച്ച് ജീവിക്കുന്ന നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല അല്ലേ? കുറച്ച് പണം ഇങ്ങനെ ശരീരത്തൊക്കെ ഇങ്ങനെ ഒഴുക്കി വിട്ടാൽ മതിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മകൻ ഇതാ കണ്ടാണ് വളരുന്നത്. അവന് 12 വയസ്സാകുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കാട്ടായം കാണിക്കുവോ? അവന് 15 വയസ്സാകുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കാട്ടായം കാണിക്കുവോ? എനിക്ക് വിവരം അറിയും അല്ലേ? ചെറുക്കൻ ചവിട്ടി പുറത്താക്കും. അപ്പൊ നീ കരഞ്ഞ മോന്തയും കരഞ്ഞോണ്ടൊന്നും ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളിപ്പോ ഒരു അമ്മയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഭർത്താവിന്റെ അമ്മയുടെ കേസ് പറയല്ലോ, നിങ്ങളൊരു അമ്മയാണ്. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ ആ അമ്മ നിങ്ങൾ ഒരുപാട് 16 വയസ്സായിട്ട് നിൽക്കുകയല്ല നിങ്ങൾ അത്ര കുഞ്ഞു കളിക്കാനായിട്ട്. നിങ്ങൾ ഈ ഭർത്താവിന്റെ അമ്മയെ പോലെ തന്നെ ഒരു അമ്മയല്ലേ നിങ്ങൾ ഇപ്പൊ അധികം നാളൊന്നും വേണ്ടല്ലോ. മകൻ ജനിച്ചില്ലേ ഇപ്പൊ തന്നെ, ഒരു 18 വർഷം കഴിഞ്ഞാൽ പോരെ നിങ്ങൾ അമ്മ പദവി വരാൻ? ആ മകന്റെ ഭാര്യ വന്ന് പറയുക ഞാൻ അവരെ അമ്മേന്ന് വിളിക്കുകയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരുമോ? നിങ്ങൾക്ക് വിഷമം വരുമോ? അത് യാഥാർത്ഥ്യമാണോ പറഞ്ഞത്? യാഥാർത്ഥ്യമാണെങ്കിൽ ശരി, ഒരു കാര്യം പറയും, യാഥാർത്ഥ്യമാണെങ്കിൽ ശരി നമുക്ക് അംഗീകരിക്കാം. അതിനകത്ത് സത്യത ഉണ്ടേലും ഇല്ലേലും അതിന്റെ ഒരു വശങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാം. ഞാൻ എന്റെ ഭർത്താവിന്റെ അമ്മയെന്ന് വിളിക്കത്തില്ലെന്ന്. നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡയലോഗ് ആണല്ലോ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നേ. അത് അന്താരാഷ്ട്ര കാര്യമാണോ? ഈ ഭർത്താവിന്റെ അമ്മയെന്ന് വിളിക്കുകയല്ല, ആന്റി എന്നേ വിളിക്കുകയുള്ളൂ. വഴിയെ പോകുന്നവരാണോ നിങ്ങളുടെ ഭർത്താവിനെ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയത്? അപ്പൊ ആ അമ്മയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഭർത്താവ് അതിനെ കിട്ടുമായിരുന്നോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. നിങ്ങൾ എവിടെ നിന്ന് വന്നു? എങ്ങനെയാണ് നിങ്ങളൊരു മനുഷ്യ സ്ത്രീയായിട്ട് ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജനിച്ചു വളർന്ന പോലെ നിങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു പടിക്കൂടെ മുമ്പിലായിരിക്കും അവരുടെ കഷ്ടപ്പാട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലേ? സാമാന്യ ഒരു സെൻസ് ഇല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ? അപ്പൊ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ എന്താ പറയുന്നത്, എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് അറിയത്തില്ല. അറിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും തന്നെ വെച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം സ്ത്രീകള് നമുക്ക് സമൂഹത്തിന് വളരെ അപമാനമായിട്ടുള്ള കാര്യം. കുറേ സ്ത്രീകളുണ്ട് ഇതുപോലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കാർക്കും വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള പണം ഉണ്ടാക്കണമെന്ന് ഉള്ള ഒരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. നിങ്ങൾ പഠിച്ച് വളർന്ന നിങ്ങൾ പഠിച്ച് നല്ല ഉന്നത നിലവാരത്തിലെത്തി നല്ല ഒരു ജോലിക്ക് നല്ല ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ ബഹുമാനിച്ചേനെയും ബഹുമാനം കൊടുക്കും. ഓരോ വാക്കിനും ബഹുമാനം കൊടുക്കും. ഇത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേൾക്കാൻ കൊള്ളുന്ന സംസാരമാണോ നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഡ്രസ്സ് അല്ലാത്ത നിങ്ങൾക്ക് ഡ്രസ്സിന് സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം സ്വാതന്ത്ര്യമുള്ള ആ സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് ഈ ഡ്രസ്സും. അതുകൊണ്ട് ആരും ഒന്നും പറയാത്തത് നിങ്ങളോട്. ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഉള്ളവരാരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ അത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ആരും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊന്നും നല്ലതായിട്ട് അംഗീകരിച്ചിട്ടല്ല ആരും ഇടപെടാത്തത്. ഇതൊരു സ്വാതന്ത്ര്യത്തിൽപ്പെട്ട നിയമത്തിൽ നമ്മുടെ ഭരണഘടന വരുമ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഒരു എന്താണ് ഈ ഡ്രസ്സ് അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ മുതലെടുക്കരുത്. എന്ന് വെച്ച് എന്ത് ഡ്രസ്സും ഉപയോഗിക്കുക. ഞാൻ അങ്ങ് മോഡലായിട്ട് നടക്കാത്തതുകൊണ്ട് ഈ മോഡൽ എന്ന് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് എന്ത് കണ്ടിട്ടാ ഇത് ഇത്രയ്ക്കത്രേ ഉള്ളൂ, ഒന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും ഒന്നും വില പോകുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാലോ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഒന്നും വില പോകാൻ പോകുന്നില്ല. അപ്പൊ ഈ കാണികൾക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ആർക്കും അത്ര തോന്നുന്നില്ല. ഇത് കാരണം പുച്ഛമാണ് തോന്നുന്നത്, പരിഹാസമാണ് തോന്നുന്നത്, കളിയാക്കാനാണ് തോന്നുന്നത്, തരം താഴ്ചയാണ് തോന്നുന്നത്. സ്ത്രീകൾക്ക് എല്ലാവർക്കും അപമാനമാണ്. നിങ്ങൾക്ക് തന്നെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ അല്ല അപമാനം. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും നാണക്കേടാണ് നിങ്ങൾ വരുത്തി വെക്കുന്നത്. എന്തിനാണ് ഈ നാണക്കേട് വരുത്തി വെക്കുന്നത്? നിങ്ങൾക്ക് ആ ഭർത്താവിന്റെ അമ്മയെ സ്നേഹിച്ച് നിങ്ങൾക്ക് അമ്മയെന്ന് വിളിച്ചാൽ നിങ്ങളുടെ പല്ല് പൊഴിഞ്ഞു പോവോ? നിങ്ങളുടെ പല്ല് താഴെ പോവോ? നിങ്ങൾക്ക് ആ അമ്മയെ ഒന്ന് സഹായിച്ചാൽ നിങ്ങളുടെ കയ്യിലെ വള ഊരി പോവോ? നിങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഭർത്താവിന്റെ അമ്മയെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? എന്താണ് ആന്റിയോ? എവിടുത്തെ ആന്റി? ഞങ്ങളൊക്കെ ആന്റി എന്ന് വിളിക്കുന്ന ആരെയാണെന്നറിയോ? ഒരു ബന്ധവും ഇല്ല. നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുന്ന ചെറുപ്പക്കാരികളായിട്ടുള്ള പേരൊന്നും അറിയത്തില്ലെങ്കിൽ ചില പിള്ളേരോട് നമ്മൾ പറയും, മോനെ അതൊരു ആന്റിയാണ് എന്നൊക്കെ നമ്മൾ റെസ്പെക്റ്റോടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആന്റി പേരൊന്നും അറിയത്തില്ല. നമ്മൾ ബന്ധത്തിൽപ്പെട്ടവരെ പോലും അങ്ങനെ ആന്റി എന്ന് പറയും. നമ്മുടെ സ്ഥാനം എന്താണോ അതാണ് ആ സ്ഥാനമാണ്. ഭർത്താവിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, സ്വന്തം അമ്മ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. സ്വന്തം അമ്മയോട് പറയുന്ന പോലെയാണ് നിങ്ങളിപ്പോ ആ പറഞ്ഞിരിക്കുന്നത്. ആ ഭർത്താവിന്റെ ഇതൊന്നും കേട്ടിട്ട് ഒന്നും ഞാൻ ചോദിക്കുന്ന ആ ഭർത്താവിനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാനുള്ള ആ മനസ്സുണ്ടല്ലോ, അതിനാണ് ഞാൻ ക്ഷയിക്കാൻ കൊടുക്കുന്നത്. ആ വ്യക്തിക്കാണ് ഞാൻ അംഗീകരിക്കുന്നത്, ആ വ്യക്തിയെ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം എന്ത് കണ്ടിട്ടാണെങ്കിലും, സൗന്ദര്യം കണ്ടിട്ടാണെങ്കിലും, പണം കണ്ടിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഭാര്യയല്ലേ എന്തേലും പറയട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും, എന്താണെങ്കിലും സമ്മതിച്ച് തന്നിരിക്കുന്ന ഭർത്താവിന്റെ അമ്മയെന്ന് ഞാൻ വിളിക്കത്തില്ല എന്നൊക്കെ നിങ്ങളുടെ ആ വാക്കില്ലേ, ആ വാക്കൊന്നും ആരും വില കൊടുക്കുന്നില്ല. ആരും അതൊന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു വാക്ക് സംസാരിക്കും, മറ്റുള്ളവർക്കൊരു ഉപകാരം ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കരുത്, അല്ലേ? മറ്റുള്ള ഒരാൾക്കാർക്ക് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു വ്യക്തിയെ നമുക്ക് ഉപകാരം ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല, അല്ലേ? നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമല്ലോ മറ്റുള്ള സഹായിക്കാൻ. അപ്പൊ ചിലപ്പോൾ ആ ഉപകാരം നമ്മൾ എന്നിട്ട് ഉപകാരം ചെയ്യില്ല എന്നുള്ളതല്ല, ഇവിടെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു വ്യക്തിയെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ വാക്കുകൊണ്ട് പോലും നമ്മൾ ദ്രോഹിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. ആ അമ്മയ്ക്ക് ഇപ്പൊ എന്തുമാത്രം മനസ്സ് വേദനിച്ച് കാണും. അമ്മയ്ക്ക് നിങ്ങൾ ഈ പറയുന്ന ഓരോ വാക്കും അവിടെ തന്നെ കിടപ്പുണ്ട് ആ വീഡിയോ. മനസ്സിലായോ? ആ കൊച്ചിന് 10 വയസ്സാകുമ്പോഴും ആ കൊച്ചിന് 18 വയസ്സാകുമ്പോഴും ആ കൊച്ചി 28 വയസ്സാകുമ്പോഴും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ നിന്നെ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് അവർ കാണുമോ അവര്? അതുപോലെ പിന്നെ എന്താണ്, അതുപോലെ സ്വന്തം അച്ഛൻ മരിച്ച് എന്താണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല, കൊണ്ട് പറയുന്നില്ല. അച്ഛൻ മരിച്ച് കേൾക്കുമ്പോൾ അടിയന്തരത്തിന്റെ ഒന്നും അല്ലെങ്കിൽ അതേ ദിവസം വരുമ്പോഴൊക്കെ എന്താ യാതൊരു വിഷമവും ഇല്ലാത്ത ഒരു മുഖത്തൊരു പുഞ്ചിരിയോട് കൂടിയൊക്കെ ഇതൊക്കെ നമുക്കൊരു പല കാര്യങ്ങളും നമ്മളൊരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മുത്തച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ആ കഷ്ടപ്പാടും അവരുടെ നമ്മളോടുള്ള ആ കരുതലും, മക്കളോടുള്ള ആ കരുതലും, ആ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും ഇതുപോലെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ് വരുന്നത്. ഇതിനൊക്കെ ഒരു ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത്. ഓക്കെ, ബൈ.